Welcome to our online class. In previous class, we have already learned about string functions. Different string functions ഏതൊക്കെയാണ്? strlen, strcat, strcpy, cmp, cmpi. ഇതൊക്കെയാണ് സ്ട്രിംഗ് ഫങ്ഷൻസ് അല്ലേ? എന്താണ് ഫങ്ഷൻ നമ്മൾ പറഞ്ഞു. നമ്മളിപ്പോൾ c equal add എന്നിട്ട് കുറച്ച് വാല്യൂസ് കൊടുത്തു. ഇതിപ്പോൾ ഒരു ഫങ്ഷനാണ്. ഫങ്ഷൻ്റെ നെയിം എന്താണ്? ആഡ് എന്നുള്ളത് ഫങ്ഷൻ നെയിം. ഇതിലുള്ള പാരാമീറ്റേഴ്സ് ഓർ ആർഗ്യുമെൻറ്റ്സ് ആണ് ഏതൊക്കെ? ഈ വാല്യൂസ് 3, 4, 6, 5 എന്നുള്ളത് ആർഗ്യുമെൻറ്റ്സ് ഓർ പാരാമീറ്റേഴ്സ് ആണ്. ഇതിൻ്റെ റിസൾട്ട് സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള വാല്യൂബിളാണ് സി അല്ലേ? ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കപ്പ് മേക്ക് കോഫി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ എന്താണ് ഫങ്ഷൻ എന്നും എന്താണ് ആർഗ്യുമെൻറ്റ്സ് ഓർ പാരാമീറ്റേഴ്സ് എന്നും പിന്നെ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. അതുപോലെ ഫങ്ഷൻസിൽ സ്ട്രിംഗ് ഫങ്ഷൻ എന്താണെന്നും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നിനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അടുത്ത ഫങ്ഷനായ മാത്തമാറ്റിക്കൽ ഫങ്ഷനാണ്. മാത്തമാറ്റിക്കൽ ഫങ്ഷൻ സ്ട്രിംഗ് ഫങ്ഷൻ ഏതൊക്കെയെന്ന് പറഞ്ഞതാണ് അല്ലേ? ഇനി മാത്തമാറ്റിക്കൽ ഫങ്ഷൻ ഏതൊക്കെയെന്ന്. സ്ട്രിംഗ് ഫങ്ഷന് വേണ്ടി നമ്മൾ ഉപയോഗിച്ചിരുന്ന ഹെഡർ ഫയല് സി സ്ട്രിംഗ് ആയിരുന്നു. ഇവിടെ മാത്തമാറ്റിക്കൽ ഫങ്ഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഹെഡർ ഫയൽ സി മാത്ത് ആണ്. സി മാത്ത് എന്ന ഹെഡർ ഫയലാണ് എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നത്? മാത്തമാറ്റിക്കൽ ഫങ്ഷൻ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഇനി ഏതൊക്കെയാണ് മാത്തമാറ്റിക്കൽ ഫങ്ഷൻസ് എന്നുള്ളതാണ്. ഒന്ന് ABS ഫങ്ഷൻ, SQRT ഫങ്ഷൻ, POW പവർ ഫങ്ഷൻ, then സൈൻ ഫങ്ഷൻ, കോസ് ഫങ്ഷൻ. ഇത്രയാണ് മാത്തമാറ്റിക്കൽ ഫങ്ഷൻസ്. മാത്തമാറ്റിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? മാത്സ് ഫങ്ഷൻസ്, അതായത് ഈ ഫങ്ഷൻസ് ഒക്കെ ഉപയോഗിക്കുന്നത്. അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ഹെഡർ ഫയൽ സി മാത്ത്. ഇനി ABS ഫങ്ഷൻ എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നു വെച്ചാൽ ടു ഫൈൻഡ് ദ ആബ്സല്യൂട്ട് വാല്യൂ ഓഫ് ആൻ ഇൻറ്റിജർ. നമ്മൾ കൊടുത്തിരിക്കുന്ന ആർഗ്യുമെൻറ്റിൻ്റെ ഇൻറ്റിജറിൻ്റെ വാല്യൂവിൻ്റെ ആബ്സല്യൂട്ട് വാല്യൂ കണ്ടുപിടിക്കാൻ. ടു ഫൈൻഡ് ദ ആബ്സല്യൂട്ട് വാല്യൂ ഓഫ് ആൻ ഇൻറ്റിജർ. എന്താണ് ആബ്സല്യൂട്ട് വാല്യൂ എന്നൊക്കെ നിങ്ങൾ മാത്സിൽ പഠിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ അല്ലേ? സ്ക്വയർ, പവർ, സൈൻ, കൊസൈൻ, ഇതൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? മാത്സിൽ പഠിക്കുന്ന കാര്യം ഏതാണ് നിങ്ങൾക്ക് അറിയുണ്ടാവും. അപ്പോൾ ABS ഫംഗ്ഷൻ എന്തിനു വേണ്ടിയിട്ടാണ്? ടു ഫൈൻഡ് ദ ആബ്സല്യൂട്ട് വാല്യൂ ഓഫ് ആൻ ഇൻറ്റിജർ. നെക്സ്റ്റ് SQRT ഫംഗ്ഷൻ, ഇറ്റ് ഈസ് യൂസ്ഡ് ടു ഫൈൻഡ് ദ സ്ക്വയർ റൂട്ട് ഓഫ് ആൻ ഇൻറ്റിജർ. നമ്മൾ കൊടുക്കുന്ന വാല്യൂവിൻ്റെ, നമ്മൾ കൊടുക്കുന്ന നമ്പറിൻ്റെ എന്ത് സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത്? SQRT. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ആവശ്യമില്ലല്ലോ. സ്ക്വയർ കണ്ട് എങ്ങനെ, സ്ക്വയർ റൂട്ട് കണ്ട് എങ്ങനെയാണെന്നൊക്കെ നമുക്ക് അറിയുന്ന കാര്യമാണ്. നെക്സ്റ്റ് POW പവർ ഫങ്ഷൻ, പവർ, ടു ഫൈൻഡ് ദ പവർ ഓഫ് ആൻ ഇൻറ്റിജർ. നമ്മൾ കൊടുക്കുന്ന ഇൻറ്റിജറിൻ്റെ നമ്പറിൻ്റെ എന്താണ് പവർ കണ്ടുപിടിക്കാൻ. ടു ഫൈൻഡ് ദ പവർ ഓഫ് എ നമ്പർ. നമ്മൾ കൊടുക്കുന്ന നമ്പറിൻ്റെ പവർ കണ്ടുപിടിക്കാനാണ് ഏത് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്? പവർ എന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ എന്താണ് എക്സ്, വൈ, സെഡ് കൊടുത്തു. അതിനുശേഷം എന്ത് ചെയ്യണം? എക്സിന് വാല്യൂ 5 എന്നും വൈക്ക് വാല്യൂ 4 എന്നും കൊടുത്തു. ഇനി സെഡ് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? പവർ, എന്തിൻ്റെ പവർ? XY. ഇതിൻ്റെ പവർ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്യും? 4:4. എത്ര വരെ വെച്ചാൽ അത് കണ്ടുപിടിക്കും. എത്ര കിട്ടുക? ഇതിൻ്റെ പവർ എത്ര പേരുണ്ടാവും? 625 ആവും വരിക. 625 പവർ കണ്ടിട്ട്. ഇങ്ങനെ പവർ കണ്ടുപിടിക്കാനാണ് പവർ എന്ന ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് സൈൻ.
Sine function is used to find the sine value of argument. നമ്മൾ കൊടുക്കുന്ന ആർഗ്യുമെൻ്റ് സൈൻ വാല്യൂ കണ്ടുപിടിക്കാനാണ് എന്ത് യൂസ് ചെയ്യുന്നത്? സൈൻ എന്നുള്ള ഫംഗ്ഷൻ, സൈൻ ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. അതുപോലെ കോസ് ഫംഗ്ഷൻ ഈസ് യൂസ് ടു എന്തിനു വേണ്ടി? ടു ഫൈൻഡ് ദ കൊസൈൻ വാല്യൂ ഓഫ് an argument or angle. നമ്മൾ കൊടുക്കുന്ന ആംഗിൾ ഉണ്ടല്ലോ, ആർഗ്യുമെൻ്റ് എന്ത് കണ്ടുപിടിക്കാൻ? കൊസൈൻ വാല്യൂ കണ്ടുപിടിക്കാനാണ് കോസ് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയാണ് മാത്തമാറ്റിക്കൽ ഫങ്ഷൻസ്. നിങ്ങൾ മാത്സിൽ പഠിക്കുന്നത് കാരണം നിങ്ങൾക്ക് അറിയുണ്ടാവും എന്ന് വിചാരിക്കണം. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് എക്സാമ്പിളും കാര്യങ്ങളൊന്നും വേണ്ടാലോ. ആബ്സല്യൂട്ട് വാല്യൂ, സ്ക്വയർ റൂട്ട്, പവർ, സൈന്, കൊസൈന് ഇതൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഫങ്ഷൻസ് യൂസ് ചെയ്യുന്നത്. അതിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഹെഡർ ഫയലാണ് സി മാത്ത്. ഓക്കെ, അപ്പോൾ മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ ക്ലിയർ ആയിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത് മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ പറഞ്ഞു. ഇനി നമുക്ക് പറയാനുള്ളത് ക്യാരക്ടർ ഫങ്ഷൻസ് ആണ്. ഡിഫറെൻറ്റ് ക്യാരക്ടർ ഫങ്ഷൻസ് ഏതൊക്കെയാന്ന് നോക്കാം. ക്യാരക്ടേഴ്സിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ക്യാരക്ടർ ഫങ്ഷൻ ഉപയോഗിക്കുന്നത്. അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഹെഡർ ഫയൽ CC ടൈപ്പാണ്. ജിമെയിലാണെങ്കിൽ CC ടൈപ്പ്, ടർബോയിലാകുമ്പോൾ C ടൈപ്പ് .h ആണ്. അപ്പോൾ ക്യാരക്ടേഴ്സിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ഫങ്ഷൻസ് ഏതൊക്കെയാണ്? ഒന്ന് ഈസ് അപ്പർ ഫങ്ഷൻ, ഈസ് ലോവർ ഫങ്ഷൻ, is upper, is lower, is alpha function, is digit function, is alpha numeric function, to upper function, to lower function. ഇത്രയാണ് character functions. First one is upper. This function is used to check the given character is uppercase. തന്നിരിക്കുന്ന ക്യാരക്ടർ അപ്പർ കേസ് ആണോ എന്നാണ് ഏതിൽ ചെക്ക് ചെയ്യുക? ഈസ് അപ്പറിൽ ചെക്ക് ചെയ്യുക. നമ്മൾ C എന്ന് കൊടുത്തു. ഇന്ത്യയിൽ പറയുകയാണ് എന്തെന്ന്? n equal is upper C. അതായത് ക്യാരക്ടർ എന്ന ഡാറ്റ ടൈപ്പിൽ C എന്ന് പറഞ്ഞ വേരിയബിൾ നമ്പർ. നമ്മൾ കൊടുത്തിരിക്കുന്ന ലെറ്റർ ഏതാണ്? ക്യാരക്ടർ ഏതാണ്? A ആണ് അല്ലേ? സിയിൽ കൊടുത്തിരിക്കുന്ന ക്യാരക്ടർ A ആണ്. പിന്നെ ചെക്ക് ചെയ്യണം എന്താണ്? ഇൻഡ് n നമ്പറാണ് റിട്ടേൺ ചെയ്യേണ്ടത്. ഇൻഡ് n കൊടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ ട്രൂ ആണെങ്കിൽ 1 ഡിസ്പ്ലേ ചെയ്യും. തന്നിരിക്കുന്നത് ഫോൾസ് ആണെങ്കിൽ 0 ഡിസ്പ്ലേ ചെയ്യും, റിട്ടേൺ ചെയ്യും. അപ്പോൾ നമ്പറാണല്ലോ റിട്ടേൺ ചെയ്യുക. അതാണ് ഇവിടെ ഇൻഡ് n കൊടുത്തിരിക്കുന്നത്. തന്നിരിക്കുന്ന ക്യാരക്ടർ C, അതായത് സിയിൽ എന്താ ഉള്ളത്? A ആണുള്ളത് അല്ലേ? സിയിലുള്ള വാല്യൂ അതായത് A അപ്പർ കേസ് ആണെങ്കിൽ എന്ത് റിട്ടേൺ ചെയ്യും? 1 റിട്ടേൺ ചെയ്യും. ഓക്കെ, അതർവൈസ് 0. അപ്പോൾ നമ്പറാണ് റിട്ടേൺ ചെയ്യുക, 1 or 0. ട്രൂ ആണെങ്കിൽ 1 റിട്ടേൺ ചെയ്യും, ഫോൾസ് ആണെങ്കിൽ 0. നെക്സ്റ്റ് ഫംഗ്ഷൻ ലോവർ ഈസ് ലോവർ ഫംഗ്ഷൻ. തന്നിരിക്കുന്ന ക്യാരക്ടർ ലോവർ കേസ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഏത് ഫംഗ്ഷൻ യൂസ് ചെയ്യുന്നത്? ഈസ് ലോവർ. അപ്പോൾ ഞാൻ ഇവിടെ A കൊടുത്തു. അത് ചെക്ക് ചെയ്യും എന്തെന്ന്? ലോവർ ആണോന്ന്, സി ലോവർ ആണോന്ന്. ഇൻഡ് n. അപ്പോൾ എന്ത് ചെയ്യും? ആണെങ്കിൽ 1, അല്ല എങ്കിൽ 0. നെക്സ്റ്റ് ഈസ് ആൽഫ. അത്
തന്നിരിക്കുന്ന നമ്പർ ആൽഫബറ്റ്സ് ആണോ അല്ലെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ടു ചെക്ക് ദ ഗിവൺ ക്യാരക്ടർ ഈസ് ആൽഫബറ്റ്സ് ഓർ നോട്ട്. ആൽഫബറ്റ്സ് ആണോ അല്ലെന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഫംഗ്ഷൻ. നെക്സ്റ്റ് ഈസ് ഡിജിറ്റ്. ദിസ് ഫംഗ്ഷൻ ഈസ് യൂസ്ഡ് ടു ചെക്ക് ദ ഗിവൺ നമ്പർ ക്യാരക്ടർ ഓർ ഡിജിറ്റ്. ഡിജിറ്റ് ആണോ അല്ലേ എന്ന് ചെക്ക് ചെയ്യാനാണ് ഈസ് ഡിജിറ്റ്. ഇനി അടുത്തത് ഈസ് ആൽഫ ന്യൂമറിക്. അതായത് തന്നിരിക്കുന്ന വാല്യൂ അത് ആൽഫബറ്റ്സ് ആണോ ന്യൂമറിക് ആണോ അല്ലേന്ന്. ഇതും അല്ലെങ്കിൽ ചിലപ്പോൾ വല്ല സിമ്പിൾസ് ആവാം, ആയിക്കാണോ. അപ്പോൾ ആൽഫബറ്റോ അല്ലെങ്കിൽ നമ്പേഴ്സോ ആണെങ്കിൽ 1 റിട്ടേൺ ചെയ്യും, അല്ല എങ്കിൽ 0. ഓക്കെ, അപ്പോൾ ഇത്രയും കേസിൽ എന്ത് വരും? 1 or 0 റിട്ടേൺ ചെയ്യും. ട്രൂ കേസ് ആണെങ്കിൽ 1ഉം അതർവൈസ് 0. ഓക്കെ, നെക്സ്റ്റ് 2 ഫംഗ്ഷൻ ആണ് 2 അപ്പറും 2 ലോവറും. 2 upper function. This function is used to convert the given character is uppercase. Uppercaseലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഏത് അപ്പർ ടു അപ്പർ എന്ന് പറയുന്നത്. ഇനി തന്നിരിക്കുന്നത് അപ്പർ കേസിനെ ആണെങ്കിലോ സെയിം ക്യാരക്ടറിനെ റിട്ടേൺ ചെയ്യും. തന്നിട്ട് അത് ഏലേക്ക് അപ്പർ കേസ് തന്നിട്ട് അപ്പർ കേസിലേക്ക് റിട്ടേൺ ചെയ്യാൻ പറഞ്ഞാൽ അത് തന്നെ റിട്ടേൺ ചെയ്യും. നെക്സ്റ്റ് 2 ലോവർ എന്ന് പറഞ്ഞാൽ ദിസ് ഫംഗ്ഷൻ ഈസ് യൂസ്ഡ് ടു കൺവേർട്ട് ടു ലോവർ കേസ്. ലോവർ കേസിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയാണ് ക്യാരക്ടർ ഫംഗ്ഷൻസ്. ഈസ് അപ്പർ, ലോവർ, ഈസ് ആൽഫ, ഈസ് ഡിജിറ്റ്, ഈസ് ആൽഫ ന്യൂമറിക്, ടു അപ്പർ ടു ലോവർ. ഇത് മനസ്സിലായല്ലോ. ഇതിൽ ഇത്രയും കേസിൽ എന്താണ് 1ഉം 0യും റിട്ടേൺ ചെയ്യും. ട്രൂ ആണെങ്കിൽ 1ഉം അതർവൈസ് 0. ഓക്കെ, ഇനി നെക്സ്റ്റ് ഫംഗ്ഷൻ. ഇനി അടുത്ത ഫംഗ്ഷൻ കൺവേർഷൻ ഫങ്ഷൻസ് ആണ്. കൺവേർഷൻ ഫങ്ഷൻ യൂസ് ചെയ്യുന്നത് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്ന ഹെഡർ ഫയല് cstdlib. ഇതാണ് ഇതിൻ്റെ ഹെഡർ ഫയൽ, കൺവേർഷൻ ഫങ്ഷൻ്റെ ഹെഡർ ഫയല്. ഓക്കെ, കൺവേർഷൻ നടത്താൻ വേണ്ടിയിട്ട് 2 ഫങ്ഷൻസ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ I2A ഫങ്ഷനും A2I ഫങ്ഷനും. ഇത് രണ്ടാണ് കൺവേർഷൻ ഫങ്ഷനിൽ വരുന്നത്. ഇതിൽ I2A ഫങ്ഷൻ യൂസ് ചെയ്യുന്നത് വെച്ചാൽ ഇറ്റ് ഈസ് യൂസ്ഡ് ടു കൺവേർട്ട് ഇൻറ്റിജർ ടു സ്ട്രിങ്. തന്നിരിക്കുന്ന ഇൻറ്റിജർ വാല്യൂവിനെ സ്ട്രിങ്ങിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. വാല്യൂവിനെ സ്ട്രിങ്ങിലേക്ക് കൺവേർട്ട് ചെയ്യാൻ I2A. അതുപോലെ തന്നിരിക്കുന്ന സ്ട്രിങ്ങിനെ ഇൻറ്റിജർ വാല്യൂയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് A2I ഫങ്ഷൻ. ഓക്കെ, സ്ട്രിങ് വാല്യൂ എങ്ങനെ നമുക്കറിയാം, ഡബിൾ കോട്ട്സിൽ കൊടുക്കുന്നതാണ് അല്ലേ. ഈ എക്സാമ്പിൾ നോക്കൂ. ഈ എക്സാമ്പിളിൽ തന്നിരിക്കുന്ന വാല്യൂ I2Aക്കുള്ള ഇൻറ്റിജറിനെ സ്ട്രിങ്ങിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിനുള്ള എക്സാമ്പിളാണ്. അതിൽ തന്നിരിക്കുന്നത് 2, 3, 4, 5 എന്നുള്ളത് എന്താണ്, ഇൻറ്റിജർ വാല്യൂ ആയിട്ടാണ് തന്നിട്ടുള്ളത്. അതിനെ എന്തിലേക്ക് കൺവേർട്ട് ചെയ്യണം? സ്ട്രിങ്ങിലേക്ക് കൺവേർട്ട് ചെയ്യണം. സ്ട്രിങ്ങിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം എന്ത് ചെയ്യണമെന്ന്, ഡബിൾ കോട്ട്സിലേക്ക് കൊടുക്കണം അല്ലേ. അപ്പോൾ എന്ത് ചെയ്യും, 2, 3, 4, 5 എന്നുള്ളത് എന്ത് ചെയ്യും, ഡബിൾ കോട്ട്സിലേക്ക് വരും. ഓക്കെ, ഇങ്ങനെ ഇൻറ്റിജർ വാല്യൂവിനെ സ്ട്രിങ്ങിലേക്ക് കൺവേർട്ട് ചെയ്യാനാണ് I2A ഫങ്ഷൻ. നെക്സ്റ്റ് A2I എന്നുള്ളത് തന്നിരിക്കുന്ന സ്ട്രിങ്ങിനെ ഇൻറ്റിജറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ. അതിൻ്റെ എക്സാമ്പിൾസ് ആണിത്. 0 കൊടുക്കുന്നത് എന്താണ്, സ്ട്രിങ് ആയതുകൊണ്ടാണ്. അല്ലാത്ത കേസിൽ ഏതാണോ എന്ന് വെച്ചാൽ അതിൻ്റെ ഇൻറ്റിജർ വാല്യൂ ഡിസ്പ്ലേ ചെയ്യിക്കുന്നു. കണ്ടില്ലേ, സ്ട്രിങ് ആകുമ്പോൾ 0 കൊടുക്കും, അല്ലാത്ത കേസിൽ അതിന് ഇൻറ്റിജർ വാല്യൂ ഡിസ്പ്ലേ ചെയ്യിക്കും. അപ്പോൾ ഇത്രയാണ് കൺവേർഷൻ ഫങ്ഷൻ. ഇനി ഒരു ഫങ്ഷനും കൂടി ഉള്ളത് മാനിപ്പുലേഷൻ ഫങ്ഷനാണ്. മാനിപ്പുലേറ്റിംഗ് ഫങ്ഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഹെഡർ ഫയൽ CIO മാനിപ്പ് എന്നുള്ള ഹെഡർ ഫയലാണ്. ഇതിൽ യൂസ് ചെയ്യുന്ന ഫങ്ഷൻ ഏതാണെന്ന് വെച്ചാൽ setW ഫങ്ഷനാണ്. ഇത് നമ്മുടെ സ്ട്രിങ്ങിൻ്റെ ക്യാരക്ടറിൻ്റെ
വിഡ്ത്ത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സെറ്റ് W ടു സെറ്റ് വിഡ്ത്ത്. വിഡ്ത്ത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഏത് യൂസ് ചെയ്യുന്നത്? മാനിപ്പുലേറ്റിംഗ് ഫംഗ്ഷനായ സെറ്റ് W യൂസ് ചെയ്യുന്നത്. ഈ എക്സാമ്പിൾ നോക്കൂ. ഇതിൽ നോക്കി നോക്കൂ. ഹലോ അതുപോലെ ഫ്രണ്ട്സ് ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് അല്ലേ? ഇതിൻ്റെ വിഡ്ത്ത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് ഫംഗ്ഷൻ ഉപയോഗിച്ചു? ഇതിൽ സെറ്റ് W എന്ന് പറയുന്ന ഈ ഫംഗ്ഷൻ ഉപയോഗിച്ചു. സെറ്റ് W എന്ന് കൊടുത്തിട്ട് അതിന് ശേഷം അതിൻ്റെ ഔട്ട്പുട്ട് എന്ത് വരും? ഹലോ, അതിന് എത്ര കഴിഞ്ഞിട്ടോ ഗ്യാപ്പ് ഇട്ടിട്ട് ഫ്രണ്ട്സ്. ഇങ്ങനെ വിഡ്ത്ത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് മാനിപ്പുലേറ്റിംഗ് ഫംഗ്ഷനായ സെറ്റ് W ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത്രയും ഫങ്ഷൻസാണ്. നമ്മൾ സ്ട്രിംഗ് ഫങ്ഷൻസ് പറഞ്ഞു, മാത്തമാറ്റിക്കൽ ഫംഗ്ഷൻ പറഞ്ഞു, ക്യാരക്ടർ ഫംഗ്ഷൻ പറഞ്ഞു, പിന്നെ ഏതാ പറഞ്ഞത്? കൺവേർഷൻ ഫംഗ്ഷൻ, മാനിപ്പുലേറ്റിംഗ് ഫംഗ്ഷൻ. ഇത്രയും ഫങ്ഷൻസ് നിങ്ങൾക്കിത് മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. അടുത്ത ടോപ്പിക്കായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.